ടൂറിസം സാധ്യതകൾ തേടി കാടും മലയും താണ്ടി ആലത്തൂർ എംഎൽഎയും സംഘവും കിഴക്കഞ്ചേരി പാലക്കുഴി മലനിരകളിലൂടെയാണ് ടി.എം. ശശി എംഎൽഎയും സംഘവും നടന്നുകയറിയത്. പാലക്കുഴിയിൽ നിന്നും മംഗലം ഡാമിലേക്ക് ടൂറിസം സാധ്യത ലക്ഷ്യമിട്ട റോഡ് ഉണ്ടാക്കുകയാണ് പ്രധാന ലക്ഷ്യം. പാലക്കുഴി PCAയിൽ നിന്നും 5.5 കിലോമീറ്റർ താണ്ടിയാണ് മംഗലം ഡാം VRTയിലെത്തിയത്. PCAയിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരത്തിൽ ഓഫ് റോഡ് ജീപ്പ് യാത്രയും പിന്നീട് 3 കിലോമീറ്ററോളം ദൂരം നടന്നുമാണ് കരിങ്കയം VRT എത്തിയത്. വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ വനത്തിലൂടെ വനംവകുപ്പ് അധികൃതരുടെ സഹായത്തോടെയായിരുന്നു യാത്ര. PCAയിൽ നിന്നും നന്നങ്ങാടിപ്പാറ, പോത്തുമട, നാരകത്തണ്ട് വഴി ചെങ്കുത്തായ കയറ്റവും താഴ്ചയും എല്ലാം താണ്ടിയായിരുന്നു യാത്ര. ടൂറിസം സാധ്യതകളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ടി.എം. ശശി എംഎൽഎ പറഞ്ഞു. പാലക്കുഴി മംഗലം ഡാം 2 ടൂറിസം കേന്ദ്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചർച്ച ഉയർന്നു വരുന്നത്. വന്നാൽ അത് വളരെ ഗുണകരമായിരിക്കും. 2 പ്രദേശത്തെ ആളുകൾക്ക് ഇപ്പോൾ VRTയിൽ നിന്നും പാലക്കുഴിയിലേക്കും പാലക്കുഴിയിൽ നിന്നും VRTയിലേക്കും സഞ്ചാര പദം ഉണ്ടായാൽ അത് 2 മേഖലയിലും ടൂറിസത്തിന് ഗുണം ചെയ്യും, വ്യവസായത്തിന് ഗുണം ചെയ്യും. അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായും പരിശോധിക്കാം എന്ന നിലയിലേക്ക് ഈ 2 മേഖല തമ്മിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമുണ്ട്, അതുപോലെ ഫോറസ്റ്റ് ഉണ്ട്, മറ്റ് റവന്യൂ ഭൂമികളുണ്ട്. ഇതിൻ്റെ എല്ലാം കൂട്ടിച്ചേർത്ത് ഏറെക്കുറെ 4.5 കിലോമീറ്ററോളം വരും മൊത്തം. അതിലൊരു 2 കിലോമീറ്ററോളം 4 വീൽ ജീപ്പ് പോകുന്ന വഴിയുണ്ട്. ബാക്കിയുള്ള വഴിയാണ് ഇപ്പോൾ കുത്തനെ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ആയിട്ടുള്ളത്. സാധ്യത പരിശോധിക്കാവുന്നതാണ്. നിയമപരമായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറസ്റ്റിൻ്റെ സ്ഥലം വരുന്നുണ്ട്, റവന്യൂ ഭൂമി വരുന്നുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഒന്നും പ്രശ്നമില്ല, അവർ എത്ര വേണമെങ്കിലും വഴിക്ക് വേണ്ടി വിട്ടുതരും. ഇത്തരം നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം പരിഹരിച്ച് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഈ 2 പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ ഈ താലൂക്കിലെ ടൂറിസം കാണാൻ വരുന്നവർക്ക് അല്ലെങ്കിൽ ഈ 2 പഞ്ചായത്തിലെ ആളുകൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. 2 പഞ്ചായത്തിനത് വളരെ മെച്ചം ചെയ്യും എന്നുകൊണ്ടാണ് ഇത്തരം ശ്രമത്തിന് ഇറങ്ങിയത്. ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെല്ലാവരും, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, ജനപ്രതിനിധികളുണ്ട്, റേഞ്ച് ഓഫീസർ സുബേറുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി അതിനോട് ഇറങ്ങി. എല്ലാവരും വലിയ താല്പര്യത്തിലാണ്. അത് ഫോറസ്റ്റ് ആണെങ്കിൽ ശരി, ജനപ്രതിനിധികളാണെങ്കിൽ ശരി, ഞങ്ങളൊക്കെ വലിയ താല്പര്യത്തിലാണ്. ഇനി വരും കാലത്ത് അത് പരിശോധിക്കുന്നതാണ്. അതിൻ്റെ നിയമവശങ്ങൾ, അതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കണം, അതിൻ്റെ എത്രയൊക്കെ സ്ഥലം ആരിലേക്ക് വരുന്നുണ്ട് നോക്കണം, റവന്യൂ ഭൂമി എത്ര വരുന്നുണ്ട് പറഞ്ഞു, ഫോറസ്റ്റ് എത്ര വരുന്നുണ്ട് നോക്കണം. ഇതെല്ലാം നോക്കിയതിന് ശേഷം അതിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക. ഇന്ന് പ്രാഥമികമായി അതിൻ്റെ വഴി എങ്ങനെയാണ് എന്നൊരു പരിശോധന നടത്തി വന്നാൽ നല്ലതാണ്. വരുന്നത് ഏറെ കടമ്പകളുണ്ട്. പക്ഷേ നമുക്ക് ഒരുമിച്ച് അത് വരുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ ആരംഭിക്കാം. ആ പ്രവൃത്തി വരാനാവശ്യമായ പ്രവൃത്തി ഇവിടെ മുതൽ ആരംഭിക്കാം എന്നതാണ് എനിക്ക് ചുരുക്കി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PM കലാധരൻ, വനംവകുപ്പ് റേഞ്ച് ഓഫീസർ N സുബൈർ, S അനിൽകുമാർ, ഷിബിനാസ്, ഷെരീഫ്, പോപ്പി തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.